നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുറമെ യുദ്ധരംഗത്തേക്ക് നേരിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് ദക്ഷിണ കൊറിയ. അവരുടെ യുദ്ധപ്പടക്കപ്പൽ അവരുടെ ചരക്ക് ഗതാഗതങ്ങൾക്ക് മുന്നേ വിട്ടുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിന് സാധ്യത കൊടുത്തിരിക്കുന്നത് ദക്ഷിണ കൊറിയ യുദ്ധമുഖത്തേക്ക് എത്തുന്നതോടുകൂടി ഉത്തര കൊറിയ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിനുമെതിരെ ആക്രമണം നടത്തുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇറാൻ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരിക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലേക്ക് അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയെ സഹായിക്കുന്ന ഇത്തരം രാജ്യങ്ങൾക്ക് നേരെയോ ആണ് ആക്രമണം നടത്തുന്നത്. ബഹ്റിൻ്റെ എണ്ണ സംഭരണ കേന്ദ്രത്തിലേക്കും ബഹ്റിൻ്റെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ജലസംഭരണ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ആക്രമണം നടത്തി. ഖത്തറും മറ്റ് ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെയും ഇറാൻ ആക്രമണം നടത്തി. ഇനി അമേരിക്ക ആയിക്കോട്ടെ, അമേരിക്ക നടത്തുന്നത് പ്രധാനമായിട്ടും ഖാർഗ് ദ്വീപിലേക്കുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് ഏകദേശം 90-ലധികം ആക്രമണങ്ങളാണ്, മിസൈലുകളാണ് ഈ ഖാർഗ് മേഖലയിലേക്ക് കൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലകളൊക്കെ ഈ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഖാർഗ് മേഖലയുടെ ആക്രമണം എന്ന് പറയുന്നത് ഇറാനെ സാമ്പത്തികമായിട്ട് അടിമുടി തകർക്കുന്ന ഒരു ആക്രമണം തന്നെയാണ്. അത്തരത്തിൽ ഇറാന് നേരെ ഈ രീതിയിലുള്ളൊരു ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് ഗൾഫ് മേഖലയിലെ മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ ശുദ്ധീകരണ ശാലയിലേക്കൊക്കെയാണ്. അങ്ങനെ ഈ യുദ്ധം പുരോഗമിക്കുന്നതിനിടയിലാണ് സൗത്ത് കൊറിയയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നു എന്നുള്ളൊരു അറിവ് ലഭിക്കുന്നത്, അത്തരത്തിലുള്ളൊരു വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് വരുന്നത്. എന്തായാലും സൗത്ത് കൊറിയ കൂടി ഈ യുദ്ധത്തിലേക്ക് വരുമ്പോൾ, അടുത്ത തുടർച്ചയായി നോർത്ത് കൊറിയ കൂടി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു ലോകമഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് മാറുന്നത്. ഇനിയും ആരൊക്കെ ഈ യുദ്ധമുന്നണിയിലേക്ക് വരാനുണ്ട് എന്നുള്ളത് ഇനി മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതായത് ഇറ്റലി വലിയ പിന്തുണയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുത്തിരിക്കുന്നതോടൊപ്പം തന്നെ കാനഡ വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങളും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെ ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്ത്യ വളരെ നിഷ്പക്ഷമായിട്ടാണ് ഈ യുദ്ധത്തിനെ നേരിടുന്നത് എങ്കിലും പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്കൊക്കെ വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ 3 സൈന്യങ്ങളും സൗദി അറേബ്യയിൽ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളൊക്കെയും ഇറാന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ യുദ്ധം വളരെയധികം സങ്കീർണമാകുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ പോയാൽ ഇതൊരു ലോകമഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം രണ്ട് ഭാഗവും ഒരു സന്ധിക്ക് തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷത്ത് ഇറാൻ ആയിക്കോട്ടെ, ഇറാൻ ഏത് വിധേനയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മധ്യേഷ്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതുവരെയും ആക്രമണം നടത്തും, അത്തരം ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇറാൻ പറയുന്നതെങ്കിൽ ഇറാൻ നിരുപാധികം കീഴടങ്ങാതെ, അതായത് ഖമനായി കുടുംബം കീഴടങ്ങാതെ ഒരു കാരണവശാലും ഇറാന് നേരെയുള്ള ആക്രമണം നിർത്തില്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പക്ഷം. അതായത് ഈ ഖമനായി കുടുംബം എന്ന ആയത്തുള്ള അലി ഖമനായി തന്നെ ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കും. 2040 ഇസ്രായേൽ പൂർണ്ണമായും ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നതുവരെയും തങ്ങൾ ഈ ആക്രമണം തുടരും എന്ന തരത്തിൽ ആണ് കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഡൂംസ് ക്ലോക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കാലങ്ങൾ കൊണ്ട് ഇറാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ തീറ്റിപ്പോറ്റുന്നത് പോലും ഇറാൻ്റെ ഭാഗത്താണ്. ഈ ഉമ്മത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക കൂടി രംഗത്തിറങ്ങിയതോടുകൂടി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് ഇറാൻ്റെ ആ ഒരു മുസൽമാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇറാന് മേലുള്ളൊരു പിന്തുണ അത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ വലിയൊരു വിജയമാണ്. എങ്കിൽ കൂടിയും ഇറാനെ പൂർണ്ണമായും ഈ സമയത്ത് തകർക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയാത്തൊരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അവരെ ഈ യുദ്ധം പരമാവധി ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ കുറച്ച് നാൾ മുന്നേ ആയിരുന്നുവെങ്കിൽ, അതായത് അവിടെ ആഭ്യന്തര സംഘർഷം പരമാവധിയിലെത്തുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതെങ്കിൽ ഈ രീതിയിലൊന്നും ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കാശ് ചെലവ് ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നില്ല.
വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ പൊസിഷൻ വളരെയധികം ശക്തമാണ്. ഇറാൻ ഈ രാജ്യങ്ങൾക്കെതിരെ, അതായത് മധ്യേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ ഒക്കെയും ആക്രമണം നടത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഹോർമൂസ് ഇടനാഴി അടച്ചിട്ടു, ഇനി മറ്റൊരു ഇടനാഴി കൂടി അടച്ചിടാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ്. അങ്ങനെ ഈ യുദ്ധം വളരെയധികം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇറാനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ പല മാർഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സൗത്ത് കൊറിയയുടെ ഈ വരവ് എങ്ങനെയാണ് യുദ്ധത്തെ സ്വാധീനിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.